ഹലോ ഓൾ, വെൽക്കം ടു ഇംഗ്ലീഷ് കെയർ. ലീവ് മീ അലോൺ. നിങ്ങളിങ്ങനെയാണോ ഇത്ര നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ പൊതുവേ പറയാറുണ്ടല്ലേ, ആരെങ്കിലും നമ്മൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ ലീവ് മീ അലോൺ, എനിക്ക് കുറച്ച് സമയം എന്താ, എന്നൊന്ന് വെറുതെ വിട് എന്നൊക്കെ. ഇത് നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് പറയാം. എസ്പെഷ്യലി നമ്മൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ബോസ് ഇങ്ങനെ ഓരോ പണി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു, നമ്മൾ ഭയങ്കര ടയർഡാണ്, കുറച്ച് സമയം വേണം. അപ്പോൾ ഈ ലീവ് മീ അലോൺ എന്നതിന് പകരം യു ക്യാൻ സേ ഗീവ് മീ എ ബ്രേക്ക്. എന്താണ് ഗീവ് മീ എ ബ്രേക്ക്? ഗീവ് മീ എ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് സമയം തരൂ എന്നുള്ളതാണ്. ഈ ലീവ് മീ അലോൺ തന്നെയാണ്, കുറച്ച് സ്റ്റാൻഡേർഡ് വേർഷനാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഓഫീസിലെ ഒരു ജോലി ചെയ്യുന്ന ആളോട് ഒരു വർക്ക് ചെയ്യാൻ പറഞ്ഞു. ആൾ വർക്കൊന്നും ചെയ്യാണ്ട് വെറുതെ ഫോണിൽ റീൽസൊക്കെ കണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് വേണേൽ ആളോട് നമ്മൾ പറയാം സ്റ്റോപ്പ് വേസ്റ്റിംഗ് ടൈം എന്നാണല്ലേ പൊതുവേ നമ്മൾ പറയുന്നൊരു ബേസിക് ലാംഗ്വേജിൽ നമ്മൾ പറയാം സ്റ്റോപ്പ് വേസ്റ്റിംഗ് ടൈം എന്നാണ്. അത് മാറ്റിയിട്ട് കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് വി ക്യാൻ സേ സ്റ്റോപ്പ് ഫാഫിങ് അറൗണ്ട്. സ്റ്റോപ്പ് ഫാഫിങ് അറൗണ്ട് സെയിം മീനിങ് തന്നെയാണ്. സമയം കളയാതെ ജോലി വേഗം ചെയ്യൂ, സമയം കളയരുത് എന്നുള്ള മീനിങ് ആണ്. ഇനിയിപ്പോൾ നിങ്ങൾ രാവിലെ ഓഫീസിൽ വന്ന ആളാണ്, രാവിലെ തൊട്ട് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ജോലി ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി ടയേർഡായി. അപ്പോൾ ഉണ്ട് നിങ്ങളുടെ ബോസ് പുതിയൊരു വർക്കുമായിട്ട് വരുന്നു, ദേ ഈ വർക്കും കൂടെ ചെയ്യണേന്ന്. അപ്പം നമുക്ക് ബോസിനോട് പെട്ടെന്ന് ഐ ആം വെരി ടയേർഡ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, അതൊരു ഒഫൻറ്റീവ് അല്ലേ. അപ്പം നമുക്ക് കുറച്ച് നമ്മൾ ടയേർഡാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അഡ്വാൻസ് ലാംഗ്വേജ് ആയിട്ട് വി ക്യാൻ യൂസ് ഐ ആം എക്സ്ഹോസ്റ്റഡ്. എന്താണ് ഐ ആം എക്സ്ഹോസ്റ്റഡ്? ഐ ആം എക്സ്ഹോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഐ ആം വെരി ടയേർഡ് എന്ന് തന്നെയാണ്. ഐ ആം വെരി ടയേർഡ് കുറച്ച് ബേസിക് ആണ്, എക്സ്ഹോസ്റ്റഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. ഇനിയിപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ഭയങ്കര സക്സസ് ആയി, എല്ലാവരും നിങ്ങളെ വന്നിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം, വെരി ഗുഡ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പം നമുക്ക് എന്തായിരിക്കും ഒരു ഫീലിംഗ് വരിക? നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ. നമ്മളത് എങ്ങനെ പറയാം? ഐ ആം വെരി ഹാപ്പി എന്നുള്ളത്. അത് മാറ്റിയിട്ട് നമുക്ക് എങ്ങനെ പറയാം? വി ക്യാൻ സേ ഐ ആം ഓവർ ദ മൂൺ. ഐ ആം ഓവർ ദ മൂൺ. ഐ ആം ഓവർ ദ മൂൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഈ ബേസിക് ഒക്കെ മാറ്റിയിട്ട് കുറച്ച് അഡ്വാൻസ് ആയിട്ട് സംസാരിക്കുക. ഓക്കെ, താങ്ക് യു.